നമ്മളിപ്പോൾ നിൽക്കുന്നത് മധുരയിൽ നിന്ന് ഡിണ്ടിഗലിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലാണ്. ഇതാണ് വാടിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വാടിപ്പട്ടിയിൽ എത്തുന്ന സമയത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന ടെമ്പിൾ സിറ്റി ഹോട്ടലാണ്. ടെമ്പിൾ സിറ്റി ഹോട്ടലിൻ്റെ ഈ ഡിണ്ടിഗലിൽ നിന്ന് മധുരയിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലും അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലുമാണ് ഈ ടെമ്പിൾ സിറ്റി ഹോട്ടൽ. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ കാണുന്നൊരു ബോക്സ് സ്റ്റേ ഉണ്ട്. ബോക്സ് സ്റ്റേ എനിക്ക് തോന്നുന്നു വളരെ അപൂർവമായിട്ട് മാത്രം ഇന്ത്യയിൽ കാണുന്നൊരു സംവിധാനമാണ് ബോക്സ് സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ അങ്ങോട്ടുള്ള എൻട്രൻസ്. മെയിൻ റോഡിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേ നിന്ന് അങ്ങോട്ട് കയറാനുള്ള എൻട്രൻസ് ഇതാണ്. നേരെ കാണുന്നതാണ് ടെമ്പിൾ സിറ്റിയുടെ ഹോട്ടൽ. അത് വെജിറ്റേറിയൻ ഹോട്ടലും നോൺ വെജിറ്റേറിയൻ ഹോട്ടലും ഒക്കെ അവൈലബിൾ ആണ് വാടിപ്പട്ടിയിൽ. ബാക്കിയുള്ള മിക്കവാറും സ്ഥലത്തും വെജ് ഹോട്ടലാണുള്ളത്. പക്ഷേ ഇവിടെ നോൺ വെജും ഉണ്ടെന്നാണ് ആ ബോർഡ് വെച്ചേക്കുന്നത് കാണാം. ഇതിലേക്കൂടെയാണ് നമ്മൾ ഈ പറയുന്ന ബോക്സ് സ്റ്റേയുടെ ഏരിയയിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ഇതായി എക്സ്പ്രസ് ഹൈവേ. നമ്മൾ ആ സൈഡിൽ നിന്ന് വരുന്ന വണ്ടി എന്ന് പറയുന്നത് മധുരയിൽ നിന്ന് ഡിണ്ടിഗലിലേക്ക് വരുന്ന വണ്ടിയാണ് ഇതായി പോകുന്നത്. നമ്മൾ നേരെ അകത്തേക്ക് നടക്കുകയാണ്. ഇതാണ് ബോക്സ് സ്റ്റേയുടെ ഏരിയ. രാവിലത്തെ നല്ല മനോഹരമായുള്ള കാഴ്ചയാണിത്. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. അവിടെ വലിയൊരു ബോർഡ് ഫൈൻ റൂംസ്, ബോക്സ് ഫൈൻ റൂംസ് എന്നാണ് പറയുന്നത് അതിൻ്റെ പേര്. ബോക്സ് ഫൈൻ റൂംസ് വിത്ത് സ്വിമ്മിംഗ് പൂൾ എല്ലാം ഉണ്ട് അതിനകത്ത് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ വെളിയിൽ. അതാ നടന്നതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല കാഴ്ച ഇങ്ങനെയാണ്. ടെമ്പിൾ സിറ്റി സ്റ്റേസ് എക്സ്പ്രസ് യുവർ സ്റ്റേ ഇൻ കണ്ടെയ്നർ. ശരിക്കും കണ്ടെയ്നറിനകത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് കണ്ടെയ്നർ റൂംസ്. ഒരു കണ്ടെയ്നർ സ്റ്റേയുടെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ വഴി കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ബാംഗ്ലൂർ അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ഇതിലേക്കൂടെ പോകാം. മധുര എയർപോർട്ട് വഴി പോകുന്ന പോലെ തന്നെ നമുക്ക് ഈ വഴി കൂടെ നമുക്ക് തിരുച്ചിയിൽ ചെന്നൈയിലൊക്കെ പോകാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണിത്. ഫൈൻ റൂംസ് ഏകദേശം ഒരു 2000 രൂപ അടുപ്പിച്ചൊക്കെയാണ് സ്റ്റേയുടെ കോസ്റ്റ് വരുന്നത്. അത് നമുക്ക് ഇതാണ്ട നമുക്ക് വിൻഡ് മില്ലിൻ്റെ സാധനം കൊണ്ടുവന്ന് നോക്കും. വലിയൊരു സംഭവം വേണ്ട വിൻഡ് മില്ലിൻ്റെ ഇത് കൊണ്ടുവന്നു ലോറി. എത്ര വലിയ ലോറിയാണ് പോണത്. അപ്പോൾ ഏകദേശം 2000 രൂപ അടുപ്പിച്ചൊക്കെയാണ് റേറ്റ് വരുന്നത്. ആ റേറ്റ് അതിൽ ഒരു എന്താ പറയുക രണ്ടുപേരും ഒരു കുട്ടിയായിട്ടൊക്കെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള റൂംസാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മൾ ഹോട്ടലിലൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇതെല്ലാം തന്നെ ചെറിയ റൂംസുകളാണ്. ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ വാളുണ്ട്. അപ്പം 2 വാൾ ഷെയറിങ് കാര്യങ്ങളൊന്നുമില്ല. ബോക്സുകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടെയ്നർ ബോക്സ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല അതെല്ലാം അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ വെളിയിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ടൊരു ബാൽക്കണി എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഈ നടുക്ക് കാണുന്ന ഒരു ഇത് കണ്ടോ, കണ്ണുകൂടാതിരിക്കാനുള്ളത് വെച്ച് ഇതിനടുത്ത ഇത് കണ്ടോ. അത് 2 റൂംസ് കമ്പൈൻഡ് ആയിട്ട് ഫാമിലി എടുക്കുകയാണെങ്കിൽ അതിന് വലിയൊരു ഓപ്പൺ ബാൽക്കണി ഇത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മുകളിലായിട്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നല്ല രസമുള്ള അടിപൊളിയായിട്ട് കാണാൻ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് ഉള്ള ഡിസ്റ്റൻസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ടെമ്പിൾ സിറ്റി എക്സ്റ്റേസ് NH44 വാടപ്പെട്ടി. ഇവിടെ നിന്ന് മീനാക്ഷി ടെമ്പിള് നമ്മൾ സ്ട്രൈറ്റ് പോവുകയാണെങ്കിൽ 27 കിലോമീറ്റർ. തിരുപ്പറംകുണ്ടം, അഴകർ കോവിൽ എല്ലാം കുറേ സംഭവങ്ങൾ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തന്നെ ഒരു ഡിസ്റ്റൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ചെന്നൈ 471 കിലോമീറ്ററാണ്. കോയമ്പത്തൂർ, തിരുനെൽവേലി, നാഗർകോവിൽ, കന്യാകുമാരി 256 കിലോമീറ്ററാണ്. ഏകദേശം ഒരു 4 മണിക്കൂറോളം ദൂരമുണ്ട് കന്യാകുമാരി. കുറ്റാലത്തേക്ക് 176 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ബാംഗ്ലൂരു കന്യാകുമാരി എക്സ്പ്രസ് ഹൈവേയിൽ NH44 ഇൻ ബിറ്റ്വീനാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഡേയും അതുപോലെ നൈറ്റിലെയും കുറച്ച് വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എന്തെല്ലാമാണ്. ടെമ്പിൾ സിറ്റി ബോക്സ് സ്റ്റേസ്. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബോക്സ് സ്റ്റേയിൽ സ്റ്റേ ചെയ്യുന്നത്. ഒരു എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ റിസപ്ഷൻ ഏരിയ. ഇനി രാത്രി വിഷ്വലും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ ഇട്ടുതരാം. ടെമ്പിൾ സിറ്റി ബോക്സ് സ്റ്റേസ് അവരുടെ ബ്രാഞ്ചുകളും ഹോട്ടലുകളും ഒക്കെ ഉള്ള കാര്യങ്ങൾ. ഇത് റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്റ്റേ ഉള്ള സ്ഥലങ്ങൾ. ഇതാണ് ഇവിടെ എല്ലാം സ്റ്റേസ് ഉണ്ട്. ഇതെല്ലാം സ്റ്റേസിൻ്റെ ഏരിയാസാണ്. പിന്നെ റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുണ്ട്. നല്ല ഫുഡാണ്. ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോൾ മധുരയ്ക്ക് അപ്പുറത്തുള്ള ടെമ്പിൾ സിറ്റി നിന്ന് കഴിച്ച നല്ല ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ ഓണറിൻ്റെ ഫൗണ്ടർ മാനേജിങ് ഡയറക്ടറിൻ്റെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ കഥകളെല്ലാം പറയുന്നുണ്ട്.
അവിടുന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് റിസപ്ഷൻ ഏരിയ. തൊട്ടടുത്ത് തന്നെയായിട്ടൊരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതാണ്ടോ, നല്ല അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. രാത്രിയുള്ള വിഷ്വലും ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അതും കൂടെ ഈ വീഡിയോയിൽ ക്ലബ് ചെയ്തിട്ടേക്കാം. ഇവിടെ ഇരിക്കാനുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്, ചെയറുണ്ട്. ഇവിടെ നിന്നുള്ള പകൽ സമയത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. ഇതാണ് റൂമിൻ്റെ ഫ്രണ്ട്. ബോക്സ് 101, 102 എന്നുകൊണ്ട് ബോക്സിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ വയലാണ്, നല്ല മനോഹരമായിട്ടുള്ള വയലിൻ്റെ കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അതിന് തൊട്ടടുത്ത് എന്തൊക്കെയോ വർക്കുകൾ തുടങ്ങാൻ പോകുന്നു തോന്നുന്നു. അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. നേരെ കാണുന്ന ടെമ്പിൾ സിറ്റി ഹോട്ടലാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള രാവിലത്തെ വ്യൂ. അടിപൊളി വ്യൂ ആണ് കാണാൻ, മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്, ഇങ്ങോട്ട് കണ്ട, ഇവിടെ ഒരു റൂം കൂടെ ഉണ്ട്. അങ്ങനെ താഴെ എനിക്കൊന്ന് 7 റൂമാണെന്ന് തോന്നുന്നു. 7 റൂം മുകളിലും ഉണ്ട്. അങ്ങനെ 14 റൂം ഈ സൈഡിൽ, ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് 2 നിലയിലുണ്ട്. ഹീറ്ററുണ്ട്. ഹീറ്ററിൻ്റെ ഇതൊക്കെ വെളിയിൽ വെച്ചിട്ടുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, വാള് സ്പ്ലിറ്റ് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രൈവസി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള റൂംസാണ്. രാവിലത്തെ ഒരു കാഴ്ച എന്താ രസമല്ലേ കാണാം, നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. സോ നമ്മളിതാണ്ട ഈ ഫസ്റ്റ് ആദ്യത്തെ 1 സീരീസിൻ്റെ ആ ഒരു ഏരിയ കൂടെ നടക്കുക. 105 7 റൂമുണ്ട്, അതിന് താഴെ കൂടെ നടക്കുകയാണ്. ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നല്ല രാത്രിയൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ, ലൈറ്റ് നമ്മൾ മുകളിലേക്ക് പോകണം തുടങ്ങിയത് ഈ പടി കയറി വേണം പോകാൻ. ഹൈവേയുടെ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ വണ്ടി വെളിയിൽ കിടപ്പുണ്ട്. പടി കയറി മുകളിലേക്ക് പോവാണ്. ഇതാണ് പടി. ഇതെല്ലാം പ്രത്യേക രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു ബോക്സയുടെ ലുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ. കണ്ടെയ്നർ ഉണ്ടോ, ബോക്സ് ഇവിടെ കണ്ടെയ്നർ ബോക്സ്. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനൊരു സ്ഥലമുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ. ഇതാണ് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ റോഡ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് രാവിലത്തെ വയലിൻ്റെ വിഷ്വലാണ് കേട്ടോ. എന്താ അടിപൊളി അല്ലേ രാവിലെ കാണാൻ. രാവിലത്തെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. നമ്മൾ 2nd ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. 201, 202, 203 അങ്ങനെ 7 ഇത് ഉണ്ടെന്നാണ്, കണ്ടെയ്നർ ബോക്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ആണ് മുകളിൽ നിന്നുള്ള കാഴ്ച. ഉണ്ടോ, നേരെ കാണുന്നത് ആ ടെമ്പിൾ സിറ്റിയുടെ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അതിൻ്റെ അപ്പുറത്ത് നോൺ വെജും ഉണ്ട്. നമ്മൾ നേരത്തെ താഴെ നിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. ഇവിടെ എന്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. എനിക്കൊന്നും ഇവിടെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ പ്രോജക്റ്റുകളെല്ലാം ആയിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും 206 ഇത് ഉണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ കാണാൻ, നന്നായിരിക്കുന്നത് കാണാൻ. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഹൈവേയിൽ നിന്ന് വണ്ടി പോകുന്ന കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇതാണ് റൂമിൻ്റെ അകത്തുള്ള കാഴ്ച. നമ്മൾ റൂമിലേക്ക് കയറി വരുമ്പോഴേ അതായത് ഇവിടെ നമ്മൾ അകത്തേക്ക് കയറി പോകാൻ പോവാണ്. ഇത് റൂമിൻ്റെ ഔട്ട് സൈഡ്. അവിടെ നിന്ന് അകത്തേക്ക് കയറി വരുമ്പോഴുള്ള കാഴ്ച ഇതാണ്. അങ്ങനെ ഒരു ചെറിയൊരു ബെഡ്റൂമുണ്ട്. അത്യാവശ്യം 3 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് തന്നെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ അതിനകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു TV യൂണിറ്റ് ഉണ്ട് റൂമിനകത്ത്. പിന്നെ നേരെ അങ്ങോട്ട് കാണുന്നത് ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. അതിലൊക്കെ അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള വിഷ്വലാണ് ബാൽക്കണി ഏരിയയിൽ. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമൊക്കെ നല്ല നീറ്റായിട്ടൊക്കെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രോപ്പറായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാൽക്കണിയിൽ നമ്മൾ ഇറങ്ങുമ്പോഴുള്ള കാഴ്ച. താഴെ പാർക്കിംഗ് ഉണ്ട്. അവിടെ വന്ന് രാത്രി ഫുള്ള് സെക്യൂരിറ്റി എല്ലാം ഉണ്ട്, ഇത് ചെക്ക് ചെയ്യാനും വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വളരെ സെക്യൂർഡ് ആണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ റൂമിൻ്റെ കാഴ്ച. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു നൈറ്റൊക്കെ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രമോ അല്ലെങ്കിൽ കന്യാകുമാരിയൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ കന്യാകുമാരി യാത്രയൊക്കെ ഒരുപാട് പേര് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാം. ഇതാണ് ടെമ്പിൾ സിറ്റി വാടപ്പെട്ടി, അതിൻ്റെ ബോർഡ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്നത്, ബോക്സ് സ്റ്റേ ചെയ്യുന്നത്.
ഇത് വാടപ്പെട്ടിയിലെ ടെമ്പിൾ സിറ്റിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. രാത്രിയിലെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ കാണാം റൂംസ്, മുകളിലുള്ള റൂംസാണിത്. ഇങ്ങനെ പോകുമ്പോൾ നേരെ ടെമ്പിൾ സിറ്റിയുടെ വ്യൂ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ നോക്കുമ്പോഴത്തേക്കും റൂം നമ്പർ ബോക്സ് 203 അങ്ങനെ റൂമിൻ്റെ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇവിടെ വരുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹൈവേയുടെ തൊട്ടടുത്തുള്ള റൂംസാണ് കേട്ടോ. ഹൈവേയോട് ചേർന്നാണ് കിടക്കുന്നത്. ബോക്സ് സ്റ്റേ ആണ് കേട്ടോ. ബോക്സ് സ്റ്റേ താഴെയായിട്ട് അവിടെ കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട് ഇരിക്കാനും ഒക്കെ ആയിട്ട്. നല്ല മനോഹരമായിട്ടുള്ള ഏരിയ, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രിയിൽ. അതുകൊണ്ട് ഈ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പൂളുണ്ട് കേട്ടോ, സ്വിമ്മിംഗ് പൂള്. ഇത് വന്ന് കയറുന്ന ഈ ഏരിയ, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂള് രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിറ്റിംഗ് ഏരിയയുടെ അടുത്തായിട്ട് തന്നെയാണ് ഈ പൂളെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മുകളിലെ നിലയിൽ നല്ല കാഴ്ചയാണിത് കേട്ടോ. സ്റ്റേയുടെ മുകളിലെ നിലയിൽ നല്ല കാഴ്ചയാണ്. ഇതാണ് നമ്മളെ കയറി വരുമ്പോഴുള്ള എൻട്രൻസ്. ബോക്സ് ടെമ്പിൾ സിറ്റി സ്റ്റേ എന്ന് പറയുന്ന എൻട്രൻസ് ആണിത്. ഇതാണ് ഓണറുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള റിസപ്ഷൻ ഏരിയ കണ്ടോ. ഡ്രിങ്കിങ് വാട്ടർ, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം, ഇവിടെ ഒരു ചെയറ് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇതാണ് എൻട്രൻസിലുള്ള വ്യൂ. ഇവിടെ നിന്ന് താഴെ നിന്നുള്ള വ്യൂ ഇതാണ് റൂംസിൻ്റെ. നല്ല അടിപൊളി വ്യൂ ആണ് താഴെ കാണാൻ. റൂംസിൻ്റെ നേരെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ വന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അറ്റത്ത് താഴെ നമ്മൾ നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് റൂമിൻ്റെ കാഴ്ച. ഫ്രണ്ടിൽ തന്നെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. റൂമുകളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. ഭയങ്കര വലിയ റൂമല്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് സ്റ്റേ ചെയ്യാൻ ഒക്കെ പറ്റിയ റൂംസാണ് താഴെ ഉള്ളത്. ഇത് ഔട്ട്സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത് കാണുന്നത്. നമ്മളുടെ ടെമ്പിൾ സിറ്റി ബോക്സ് സ്റ്റേയുടെ കണ്ടെയ്നർ സ്റ്റേയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാത്രിയിലത്തെ കാഴ്ചയാണിത്. ടെമ്പിൾ സിറ്റിയുടെ ബോക്സ് സ്റ്റേയുടെ ഔട്ട്സൈഡിൽ നിന്നുള്ള കാഴ്ചയാണിത്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ബുക്ക് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ എക്സ്പീരിയൻസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോ കാണാം.